നമ്മുടെ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഒരു വെറൈറ്റി ഇഡ്ഡലി കട തുടങ്ങിയിട്ടുണ്ട്. സുഡുസുഡ ഇഡ്ഡലി എന്നാണ് കടയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മറ്റൊരിടത്തും കിട്ടാത്ത വെറൈറ്റി ഇഡ്ഡലിയാണ് ഇവിടെ വിളമ്പുന്നത്. പൊടി ഇഡ്ഡലി, ബട്ടർ തട്ട്, ദം ഇഡ്ഡലി, അങ്ങനെ നീളുന്ന വെറൈറ്റികൾ. ഒരു രക്ഷയില്ലാത്ത നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ്. ഈ കാണുന്നതാണ് ബട്ടർ തട്ട് ഇഡ്ഡലി. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. ബട്ടർ, സാമ്പാർ, വെള്ളച്ചമ്മന്തി, ചമ്മന്തിപ്പൊടി എല്ലാം കൂടെ കൂട്ടിയ ഒരു മിക്സാണ് ഈ ഇഡ്ഡലിയുടെ കൂടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ ഇഡ്ഡലിക്കായി വരുന്നവർ കുറച്ചു നേരം ഒന്ന് ക്ഷമയോടെ കാത്തു നിൽക്കണം. ഇവിടുത്തെ തിരക്ക് കണ്ടല്ലോ അല്ലേ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഓർഡർ കൊടുക്കുക, എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. രുചികരമായ ഭക്ഷണമാണെങ്കിൽ ഇനി എത്ര നേരമാണെങ്കിൽ കൂടിയും ആൾക്കാർ കാത്തു നിൽക്കും. ഞങ്ങളെപ്പോലെ തന്നെ ഒത്തിരി പേർ ഓർഡർ കൊടുത്തിട്ട് ഒരു 20 മിനിറ്റോളം നിന്നതിന് ശേഷം മാത്രമാണ് ഫുഡ് കിട്ടിയത്. ഉടൻ പണം എന്ന പ്രോഗ്രാമിലെ വെങ്കിയും 4 ഫ്രണ്ട്സും കൂടി ചേർന്ന് നടത്തുന്ന ഒരു തട്ടുകടയാണിത്. തിരുവനന്തപുരത്ത് ആരും തുടങ്ങാത്ത ഒരു വെറൈറ്റി ഫുഡ് കൊണ്ടുവരണം എന്നായിരുന്നു ഇവരുടെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ അത് വിജയകരമായി തീരുകയും ചെയ്തു. രാത്രി 7 മണി മുതൽ 9:30 വരെയാണ് കടയുടെ പ്രവർത്തന സമയം. കട തുടങ്ങിയിട്ട് ഒരു 3 മാസം ആയതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് വെച്ച് തിരുവനന്തപുരംകാരുടെ മനസ്സ് കീഴടക്കി എന്ന് തന്നെ പറയാം. രാത്രി 7 മണിയാകുമ്പോൾ തന്നെ ഈ കടയുടെ മുന്നിൽ ഒരു വൻ ജനാവലി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയാൻ പലരും ഇവിടെ ഇറങ്ങി നോക്കുന്നുണ്ട്. ആഹാ, കൊള്ളാലോ, ഇങ്ങനെ ഒരു വെറൈറ്റി നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയാണ് പലരും അന്ന് വാങ്ങി കഴിക്കുന്നത്. അക്കൂട്ടത്തിൽ ഞങ്ങളുമുണ്ട്. ഞങ്ങളും ഇതുവഴി യാത്ര ചെയ്തപ്പോൾ ഇത്രയും ജനക്കൂട്ടം എന്താണെന്ന് നോക്കി ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകാം എന്ന് കരുതി. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എന്താ, നല്ല ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. കടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അട്ടക്കുളങ്ങര സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ തൊട്ട് എതിർവശത്തായിട്ടാണ്. സുഡുസുഡ ഇഡ്ഡലി എന്നാണ് കടയുടെ പേര്. അതുവഴി യാത്ര ചെയ്യുന്നവർ ഈ കട ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു വെറൈറ്റി ഇഡ്ഡലി കിട്ടുന്ന മറ്റൊരു കടയില്ല. ഈ ഫുഡിനെ കുറിച്ചുള്ള അറിവ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കർണാടകയിൽ നിന്നുള്ള ഫുഡാണിത്. കർണാടകയിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി അവർ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കട നമ്മുടെ കേരളത്തിൽ ട്രൈ ചെയ്തുകൂടാ എന്നൊരു കൺസെപ്റ്റ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് വൻ വിജയമായി തീർന്നു എന്ന് തന്നെ പറയാം. കസ്റ്റമർ കൂടിയപ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു. അങ്ങനെ അവർ വരുന്ന കസ്റ്റമറുടെ പേരും ഐറ്റവും ഒക്കെ എഴുതിയെടുക്കാൻ തുടങ്ങി. പിന്നെ പേര് വിളിച്ചാണ് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത്. 20 മിനിറ്റോളം എല്ലാവരും ക്ഷമയോടെ കാത്തു നിൽക്കും. അവിടെ ഒരു